സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രേവതി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. രാജിവെച്ചു, അയാൾ വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിന് മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ടു ലേറ്റ് ആണ്. ഇത് തന്നെ ഒരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പതിയൊക്കെ പിടിച്ചു പറ്റാനുള്ളൊരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയുക നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ളൊരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറേ ശ്രമങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ എലമെൻറ്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട്, എന്നെ പോലുള്ള പല സർവൈവേഴ്സിനും വിസിബിൾ ആവുന്നുണ്ട്. പക്ഷേ രാജിവെക്കുന്നത് ഹി ടോട്ടലി ഡിസേർവ് ഇറ്റ്. അയാൾ രാജ്യം മാത്രമല്ല എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാര്യം നമ്മളെപ്പോലുള്ള 100,000 സർവൈവേഴ്സിൻ്റെ ഡ്രീമിൽ ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ് ഇന്ന്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. കാര്യം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റ് കഴിവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടി കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇയാളെ വിഷയങ്ങൾ കൺസിഡേർഡ് ചെയ്യുന്ന ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അയാളെ ബാൻ ചെയ്യണമെന്ന്, ഒരു കൾച്ചറൽ സ്പേസസിലും ഇങ്ങനെയുള്ള അബ്യൂസസിന് സ്പേസ് കൊടുക്കരുത് എന്നും കൂടെ ഉണ്ട്. ആരോപണം ഉന്നയിക്കപ്പെട്ട ഉടനെ തന്നെ രാജിവെച്ചു. അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് എന്തോ ഭയപ്പാടുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യാജാരോപണമൊന്നുമല്ലെന്ന് ഏതാണ്ട് വ്യക്തമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിയമപരമായി കൂടി നീങ്ങുമോ? ഞാൻ നിയമപരമായിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഡിസിഷനിലൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. എനിക്കറിയില്ല ഭാവിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കരിയറിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, സെൽഫിലാണ്. നമുക്ക് ഈ നിയമപരമായിട്ട് ഇറങ്ങുമ്പം കുറേ ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സും അതിനുവേണ്ടി കൊടുക്കാനുള്ള സമയം, ബേസിക്കലി അതിനുവേണ്ടി കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, ആ സോഴ്സുകളൊക്കെ നമുക്ക് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി കുറച്ചുകൂടെ നമ്മൾ ട്രോമാറ്റിക് ആണ്, ഓൾറെഡി ട്രോമാറ്റിക് ആണ്. ഇനി അത് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഒരു അഷുറൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റേ ഓഫ് ഹോപ്പ് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹോപ്പ് എനിക്ക് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സമാധാനം, പ്രധാനമായി എൻ്റെ സമാധാനവും എൻ്റെ തൊഴിലും എൻ്റെ സ്വപ്നങ്ങളും സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സാധനം, കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന പല സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ, ഞാൻ എന്തിന് ഇറങ്ങാണ്ടിരിക്കണം എന്നുള്ളതാണ്. ആരോപണം ഉന്നയിച്ചതിന് ശേഷം തുറന്നു കാട്ടപ്പെട്ടു, ആ വ്യക്തിയെ തുറന്നു കാട്ടപ്പെട്ടു. പക്ഷെ നിയമപരമായി കൂടി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് ഒരു ടൈമിലുണ്ടായിരുന്നു. അത് ഫുള്ളി എൻ്റെ ഹാൻഡിലല്ല, എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ കംഫർട്ടിൻ്റെ കാര്യം, ഞാനൊരു ഇൻഡിവിജ്വലും കൂടെയാണല്ലോ, കുറച്ച് വർഷമേ ഞാനിവിടെ ജീവിക്കുകയുള്ളൂ. അപ്പം അതിനിടയിൽ എനിക്ക് കളയാനുള്ള സമയവും പ്രധാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മെലോഡ്രാമ കണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ റെസ്പോൺസും, എനിക്കിനി വയ്യ ഇത് മീഡിയയിലും എല്ലായിടത്തും ഇങ്ങനെ വരുന്നതും. അയാൾ ഓരോ ഫിലിമിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ഈ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാ ഫിലിമിലും ഇദ്ദേഹം ഒരു ടൈമിൽ പറഞ്ഞത് ഇയാൾ ഫിലിമിൽ വരുന്ന എനിക്ക് പ്രശ്നമാണ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ അതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്ററിൽ നമുക്ക് ഓരോ മൂവിയിൽ ഇയാൾ ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴൊക്കെ ഓരോ സർവൈവേഴ്സിനും അത് തോന്നുന്നുണ്ട്. അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾക്കിവിടെ അയാളുടെ ടാലൻറ്റോ അയാളുടെ സോക്കോൾഡ് മഹാനടനോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഹീസ് ആൻ അറ്റാക്കർ. നമ്മളെപ്പോലുള്ള 100,000 ആളുകളുടെ സ്വപ്നത്തിൽ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും. അത് കട്ട് ചെയ്ത് കളയാനും ഇവിടെയുള്ള ഓരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിലുള്ള ഓരോ ആളുകളും, അത് ബീറ്റ് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ദയവേത് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് വീണ്ടും ഇനിയും അയാൾക്ക് കൊടുക്കാൻ 100,000 ഓപ്പർച്യൂണിറ്റീസ് അയക്ക് കൊടുക്കാൻ ഇവിടെ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തുറന്നു പറച്ചലിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ടൈമിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇതുപോലെ വേറെ പല കോളും അനോണിമസ് ആയിട്ട് വരുന്നു, അൺനോൺ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇവർ വഴിയാണ് നമുക്ക് 100% അറിയാം. കാരണം മ്യൂച്വലായിട്ട് അറിയുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു. സോ ഈ ടൈമിൽ അത് ഡെഫിനറ്റ്ലി തോന്നിയിട്ടില്ല. ഈ ടൈമിൽ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് ഇവിടെ ഉണ്ട്. സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു അറ്റാക്ക് നേച്ചർ ആണെങ്കിലും ആളുകൾ സംവെയർ ദേ ആർ റെഡി ടു ലിസൺ. ഇവർക്ക് എന്താ പറയാനുള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു, നമുക്ക് ഒബ്വിയസ്ലി 1 to 2% അവിടെ കിടപ്പുണ്ട് അല്ലാത്ത കുറേ ആളുകൾ നമ്മളെ മോശമായിട്ട് കരുതുന്ന ആൾക്കാർ. പക്ഷേ ഒരു ചേഞ്ച് ഇല്ലെന്ന് പറയാൻ പറ്റൂല. ചേഞ്ച് തുടങ്ങി കഴിഞ്ഞ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ ആക്ടേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, നിലവിൽ കയറി വരുന്ന ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ പണ്ട് മാമാമിയ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഇയാൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സ്ത്രീകളടക്കം ഞാനിത് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്ത സമയത്ത് അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇയാൾ ചെയ്ത അപ്രോച്ചുകൾ. പല ഫാക്ടേഴ്സ് കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. വീട്ടിൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ല, മേ ബി മാരീഡ് ആയിരിക്കാം, അവരുടെ കുറേ വിഷയങ്ങൾ പേഴ്സണലി കുറേ മാരീഡ് ആയതുകൊണ്ടൊക്കെ തന്നെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇഷ്ടംപോലെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് അറിയുന്ന കുറച്ച് ചേച്ചിമാരാണെങ്കിലും ഒക്കെ ഇദ്ദേഹം അതെല്ലാം അവർ ഷെയർ ചെയ്യുന്ന എങ്ങനെയാണ്, വിത്ത് എവിഡൻസ് സഹിതമാണ്. ഇയാൾ അയച്ച അക്കൗണ്ടിൽ നിന്നിട്ട് അയാൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ, സെയിം അക്കൗണ്ട് അയാൾ എനിക്ക് അയച്ചിരിക്കുന്ന സെയിം അക്കൗണ്ടിൽ നിന്ന് തന്നെ വേറൊരു കുട്ടീനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നതും എൻ്റെ കയ്യിൽ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ലൈക്ക് ഇയാൾ വാട്സപ്പ് ഇതൊക്കെ യൂസ് ചെയ്താണ് ഒരു സമയത്ത് നമ്മളെടുത്ത് സംസാരിച്ചത്. രേവതിയുടെ അടുത്ത് സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിലുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. എൻ്റെ അടുത്തുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് അപ്പോഴും ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റ് താരങ്ങൾ ആരെങ്കിലും മോശമായി പെരുമാറും ഉണ്ട്, ഇഷ്ടമല്ല. അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മൾ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരാൾ മാത്രം നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ നമ്മൾ വെച്ചാൽ ഒരാൾ മാത്രമായിരിക്കും, ബേബി ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ നല്ലവരായിരിക്കും. കൊച്ചുകുട്ടിയാണ്, ഒന്നും അറിയത്തില്ല. നോക്കുമ്പം ഓരോരോ ആൾക്കാർ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ ഒന്നും എന്തെങ്കിലും ഒരു ഫിലിം ഓപ്പർച്യൂണിറ്റി വന്നാൽ ആദ്യം നമ്മളോട് ഇതാണ് ചോദിക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തിന് മുന്നേ പറഞ്ഞിരുന്നു, അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലൊരു എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെൻറ്റ് ഇല്ലാതെ ഇങ്ങനെ കൺസെൻറ്റ് ഇല്ലാതെ കൊടുത്തു. ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിന് ശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാൾ വൃത്തികേട് ഇങ്ങനെ അഴിച്ചു വിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ല, മേ ബി ചോദിക്കാം, ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ. പക്ഷേ അങ്ങനെ അല്ല. ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തായത് സംഭവിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ്, ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിൽ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇതുപോലെ എത്രയോ ആൾക്കാർ, ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് വേറെ ആരുമില്ല, ഒന്ന് ജസ്റ്റ് ഡയറക്ടറുമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും. സി വി ഹാവ് ടു സ്ലീപ്പ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയമൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം. ഓക്കെ, ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി. കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു, നമ്മളെ ടാലൻറ്റ് കാണുന്നു, ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ചാണ്, അവർ സെലക്ട് ആവുന്നു. അതിനുശേഷം അവർ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതെല്ലാം. ഈ വെളിപ്പെടുത്തൽ നടത്തി അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സ്വമേധയാ പോലീസ് എടുക്കുകയാണെങ്കിൽ ആ കേസിനോട് എനിക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. കാര്യം ആ സമയത്തുള്ള ഞാൻ പറഞ്ഞ പോലെ ആ സിസ്റ്റം എനിക്ക് തരുന്ന സെക്യൂരിറ്റി എത്രയാണെന്നുള്ളത് എൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാര്യം ഇനി എനിക്ക് ഒരു തരത്തിലുള്ള റിസ്ക്കും എൻ്റെ കരിയറിൽ എനിക്ക് കൊടുക്കാനില്ല. ഞാൻ കുറച്ചുകൂടെ ഞാനിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ മനസമാധാനവും അവർ തരുന്ന ഒരു സെക്യൂരിറ്റി എന്താണ്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വേറെ പല പ്രശ്നങ്ങളിലും ബ്ലോക്ക് വരാൻ എനിക്കിനി എന്നെ അനുവദിക്കാൻ പറ്റത്തില്ല. സോ അതൊക്കെ ഈസായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണോ അവരെനിക്ക് തരുന്നത് എന്നുള്ളതും കൂടെ ഞാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട്, പിന്നെ പരാതിക്കാർ അവർക്ക് എല്ലാ സംരക്ഷണവും അവർക്ക് എല്ലാ നീതിയും വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവർ പറയും, പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യനും കാണൂല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം, ഒരു സർവൈവർ അങ്ങനത്തെ ഒരു ഭയം ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ആക്ഷൻസിൽ ഇവിടെ കാണണം. അല്ലാതെ കുറേ ഇറങ്ങിയതാണ്, ഇഷ്ടംപോലെ കേസ് കൊടുത്തതാണ്, ഒരിടത്ത് പോയപ്പോഴും ഒരു സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ പോലീസുകാർക്ക് പലപ്പോഴും അബ്യൂസ് എന്താണെന്നറിയില്ല. ഇമോഷണൽ അബ്യൂസ് എന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരു സീനിയർ ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ FIR ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇമോഷണൽ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയണം. ആൻഡ് ഹി വാസ് ലൈക്ക്, ഇമോഷണൽ അബ്യൂസ് ആണല്ലേ, അപ്പോൾ കയറി പിടിച്ചിട്ടൊന്നുമില്ല. ഇത്രയുള്ള ദെയർ നോളജ് ഓഫ് ഈ പറയുന്ന ഹറാസ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു നോളജ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 0ൻ്റെ താഴെയാണ്, മൈനസാണ്. രേവതിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ഥാനം പോയത് ചെറിയൊരു കക്ഷിയല്ല, അമ്മ പോലുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കാണ്. കേരളത്തിലൊരു പ്രധാന നടനാണ്, വലിയൊരു ഫോക്കസിൻ്റെ ഭാഗമാണ്, പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. രേവതി അത്രയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള ഭീഷണികൾ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല ഇന്നലെ, ഐ ഹാവ് നത്തിങ് ടു ലൂസ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ മരിക്കുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യർക്ക് നടക്കരുത്. കാര്യം ഒരു സമയത്ത് അത്രയും നിഷ്കളങ്കമായിട്ടാണ് നമ്മൾ ഡ്രീം ചെയ്ത് വളരെ പാഷൻഫുള്ളി ഇതിനകത്ത് വന്ന ഒരു നല്ല സമയങ്ങളുണ്ടായിരുന്നു, മനസ്സിലായില്ല. ആ സമയങ്ങളൊന്നും പോയിന്നോ ഞാൻ ഇവിടുന്ന് പോയിന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരന്തരം കേട്ടോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, അയ്യോ ഇപ്പോൾ സിനിമയൊന്നും കിട്ടാനില്ലേ, ഇപ്പോൾ ഫിലിമിലൊന്നും ഇല്ലേ. ഒരു ആർട്ടിസ്റ്റ് ഇത് നിരന്തരം കേൾക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്, മെൻ്റലി ഗുഡ്. അപ്പം
അയാൾ എന്ത് തന്നെയാണോ, അയാൾക്ക് എന്തെല്ലാം നേടിയോ, അയാൾ നല്ലൊരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ അയാൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? അയാൾ വലിയ സംഭവമായിരിക്കാം, എനിക്ക് അയാളൊന്നുമല്ല. ഞാനൊരു സർവൈവറാണ്, എനിക്ക് അയാളൊന്നുമല്ല. എന്നെ പോലെ പല സർവൈവേഴ്സിനും അയാളൊന്നുമല്ല. അയാൾ എത്രയോ അവാർഡ് കിട്ടട്ടെ, അയാൾ എന്തെങ്കിലും മഹാനാടാൻ ടാഗ് കാണട്ടെ, അയാളെ സ്വഭാവം ശരിയില്ലെങ്കിൽ അയാൾ എന്ത് ആക്ടറായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഒരു സംവിധായകനെതിരെ ഉൾപ്പെടെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് നിൽക്കുന്നുണ്ട്. അത് എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അയാൾ മലയാളി ഡയറക്ടർ അല്ല, പക്ഷേ ഹിസ് എ മലയാളി, രാജേഷ് ടച്ച് റിവർ എന്ന് പറഞ്ഞിട്ട്. അത് ബൈലിംഗ്വൽ മൂവിയാണ്, തെലുഗു ഒഡിയ ആയിട്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ്. നമുക്കൊന്നും നമ്മളൊന്ന് അതായത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ പോലും ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും, ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരു ടാഗ് ലൈൻ തന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ന്യൂ കമ്മറാണ് ഇവർ തരുന്ന ഈ ന്യൂ കമ്മർ പുതുമുഖം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമല്ല ആക്ച്വലി തോന്നുന്നത്. അതിനകത്ത് കുറേ ഹിഡൻ മീനിങ്സ് ഉണ്ട്. ഇൻഡസ്ട്രി നമുക്ക് തരുന്ന കുറേ ഹിഡൻ മീനിങ്സ് ഉണ്ട്. നമ്മുടെ ബേസിക് റൈറ്റ്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ് പോലും നമ്മൾ മറക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്ന വിഷയം. ഈ ന്യൂ കമ്മർ എന്ന് പറയുന്ന ടാഗ് ലൈൻ പലപ്പോഴും ഒരു ഹിഡൻ അജണ്ടയാണ് എന്നുള്ളതുകൊണ്ട് അതൊരിക്കലും ഒരു അഭിമാനിക്കേണ്ട കാര്യമല്ല. അപ്പം അയാളും ഇതുപോലെ തന്നെയാണ്, ഒന്നും മാറ്റി നിർത്തേണ്ട ആളൊന്നും അല്ല. പക്ഷെ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹമാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ സഡൻലി പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ട് തുടങ്ങി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പം ഭീകരമായിരുന്നു അയാളുടെ സെക്ഷൽ ചോവ കലർത്തിയ സംസാരങ്ങളും അറ്റാക്കുകളും. പക്ഷേ ഇയാൾ ഈവൻ സെറ്റിലുള്ള എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നോബഡി വിൽ സ്പീക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ ചാൻസ് പോകണ്ട. ഇയാൾ വളരെ നോൺസെൻസ്ഫുള്ളിയാണ് ഇയാൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം, സുനിത കൃഷ്ണനാണ് അതിൻ്റെ കോ പ്രൊഡ്യൂസറും. സുനിത കൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ വൈഫ്. ഷീ ഈസ് ഓൾസോ കോ പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി. അതിന് അന്ന് സ്കെഡ്യൂൾ ചെയ്ത നെയിം പട്നഗർ എന്നായിരുന്നു. ഇപ്പോൾ റിലീസ് കഴിഞ്ഞ് ഒക്ടോബറിൽ ചെയ്തപ്പോൾ മൈൻഡ് ഗെയിം എന്നായിരുന്നു അതിൻ്റെ റിലീസ് നെയിം വന്നിട്ട്. അപ്പം സുനിത കൃഷ്ണൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് എൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു ദിവസം പോലും അവർ ആ സെറ്റിൽ ആകെ ഒരു ദിവസം മാത്രമാണ് അവർ സെറ്റിൽ വന്നു, ബാക്കി ഒരു ഡേയും അവർ സെറ്റിൽ വന്നിട്ടില്ല. സോ ആ ദിവസം പോലും എനിക്ക്, ആ ദിവസം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും കൂടുതൽ ഭയങ്കര ട്രോമ ആയിട്ട് ഞാൻ അനുഭവിച്ചിരിക്കും ആണ്. ഞാൻ ഒരു സമയത്ത് സുനിത എന്ന് പറയുന്നത് ഞാൻ വളരെ റീഡ് ചെയ്യും, അവരുടെ ലൈഫ് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. രാജേഷ് സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, രാജേഷ് സാറിന് ഉപയോഗിക്കുന്ന അന്നത്തെ ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനതൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പം പുള്ളിയോട് ഞാൻ ചോദിക്കും, ലൈക്ക് അവരെക്കുറിച്ച് ചോദിക്കും കാര്യങ്ങൾ. ബിക്കോസ് ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഗ്യാങ് റേപ്പ് സർവൈവറാണ്. അപ്പം അതിൻ്റെ ഒരു റെസ്പെക്റ്റ് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു അതാ ഞാൻ പറഞ്ഞു, ഈ പലപ്പോഴും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ പോലും ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളത് നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ അവർക്ക് ഭയങ്കര റെവല്യൂഷണറി ഫിഗേഴ്സ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആക്ച്വൽ സെൻസിൽ അതായിരിക്കില്ല. കാര്യം ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷൻസും തരത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണി, അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, നിങ്ങൾക്ക് പ്രൊമോഷൻ തരില്ല. എനിക്ക് പ്രൊമോഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഞാൻ ഇന്ന് പട്നഗർ അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആ ഫിലിമിനെ ഞാൻ ഫസ്റ്റ് ഫിലിമായിട്ട് കാണുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. സ്ക്രാച്ചിലാണ് ഞാനിവിടെ തുടങ്ങിയിരിക്കുന്നത്, ആ തിയേറ്ററാണെങ്കിലും എല്ലാം. അപ്പം അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഈ പുള്ളിക്കാരത്തി ആണെങ്കിലും എനിക്ക് അന്നുണ്ടായിരുന്ന പേയ്മെൻറ്റ്, അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഹറാസ്മെൻറ്റിൻ്റെ അങ്ങ് അറ്റമായിരുന്നു. ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ ഒരു സെറ്റ് എന്നെ ബ്ലെയിം ചെയ്യുന്നു. സോ ഞാൻ അവിടെ ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ എനിക്ക് ബാക്കി പൈസയും കിട്ടാനുണ്ട്. അത് ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു അവരടുത്ത് എനിക്ക് ബാക്കി പൈസ തന്നാലേ ഞാൻ ഇനി അഭിനയിക്കും. ബിക്കോസ് എനിക്ക് ആ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. അൾട്ടിമേറ്റ്ലി ആ പൈസ എന്ന് പറയുന്നത് ഞാൻ പണി ചെയ്ത എൻ്റെ ലേബർ, ഞാൻ ചെയ്ത പണിയുടെ കൂലിയാണ്. അത് ചോദിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അത് ചോദിച്ചതുകൊണ്ട് മാത്രം ഇത് ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഈ പുള്ളിക്കാരത്തി കാണുന്നത്, സുനിത കൃഷ്ണൻ കാണുന്നത്. അവരാകെ സെറ്റിൽ എന്നെ കാണുന്നത് ഒരു ദിവസമാണ്. പ്രൊമോഷൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ആദ്യത്തെ പ്രസ് മീറ്റിന് എന്തോ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ദിവസമാണ് ഇവർ ഫസ്റ്റ് ടൈം എന്നെ കാണും. സോ അവർ കാണുമ്പോൾ ഞാൻ പൈസ ഡിമാൻഡ് ചെയ്യുന്നു. പിന്നെ ആരൊക്കെയോ പറഞ്ഞത് വെച്ചിട്ട് അവരെന്നെ ജഡ്ജ് ചെയ്താണ്. ഒരു സമയം പോലും അവർ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഇരുന്ന് എന്താണ് സംഭവിച്ചത്, രേവതി എന്താണ് നേരിട്ട് നമ്മളോട് തുറന്ന് പറയും എന്ന് പറയുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ബീങ് എ വിമൺ, ബീങ് ആൻ അനദർ സർവൈവർ. അവരെന്നെ ആക്ച്വലി അവർ സംസാരിച്ചതൊക്കെ ലൈക്ക് ഞാൻ എൻ്റെ സെറ്റിൽ വന്ന മോശമായിട്ട് ഒരു ട്രബിൾ മേക്കർ, ഞാൻ സെറ്റിൽ ബിഹേവ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, ന്യൂ കമ്മേഴ്സ് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫസ്റ്റ് ഫിലിമാണ്, ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്താൽ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, സോറി പാർട്ട്ണറെ കുറിച്ചുണ്ടായിരുന്ന പരാതി അവർ വിലവെച്ചില്ല, മാത്രമല്ല നിങ്ങൾക്കെതിരെ സംസാരിക്കും. പാർട്ട്ണറെ കുറിച്ചുള്ള പറയുന്നത് അന്ന് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാവുന്നത്. പക്ഷേ അന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. സി ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞാൻ മണി ചോദിച്ചു, ഞാനൊരു ട്രബിൾ മേക്കറാണ്, ഞാൻ എന്താണ് സെറ്റിനകത്ത് ബഹളം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, ദ കോസ്, ആ കോസ് ആരും ചോദിച്ചില്ല. ബഹളം ഉണ്ടാക്കി എന്നുള്ള റിയാക്ഷനിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തത്.
എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന റെസ്പോൺസാണ്. എന്താണ് ട്രിഗർ ചെയ്ത്, എന്താ സ്റ്റിമുലസ്, എന്താണ് കാരണം എന്ന് അവരെങ്കിലും ചോദിക്കുമെന്ന് ചോദിച്ചു. അവർ ചോദിച്ചിട്ടില്ല. പകരം എനിക്ക് അവിടെയാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എല്ലാവരും പിന്നെ പല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന കോ പ്രൊഡ്യൂസർ ആയിരുന്നു. സോ അതുകൊണ്ട് അവർക്ക് വൈഫ് എന്നൊരു സാധനം ഞാൻ മാറ്റി നിർത്തുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ ആസ് എ കോ പ്രൊഡ്യൂസർ, ക്രൂവിൻ്റെ ഒരാളെന്ന നിലയിൽ അവർക്ക് എന്നോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് രേവതി റെസ്പോണ്ട് ചെയ്തു? രേവതി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഇവിടെ റീസൺ ഉണ്ടായിരുന്നു. എനിക്കത് ആ സമയത്ത് പറയാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ എൻ്റയർ സെറ്റ് എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി. എനിക്കത് അത്രത്തോളം മനസ്സിലെടുക്കാൻ പറ്റുന്നില്ല. അവർ നോക്കുമ്പോൾ പൈസ ഇനിയിപ്പോൾ പൈസ ചോദിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അത് എൻ്റെ പൈസയല്ലേ, ഞാൻ വർക്ക് ചെയ്ത പൈസയല്ലേ, തുടക്കക്കാരി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാമോ? പിന്നെ ഞാൻ മേക്കപ്പ് ക്രൂവിൻ്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചതിന് പോലും ഇയാൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് സംവിധായകന്റെ ഭാഗത്തുനിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് അവരോട് സൂചിപ്പിച്ചിരുന്നത്. അന്ന് ആ പെർട്ടിക്കുലർ ടൈമിൽ സൂചിപ്പിക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് അവർ തന്നില്ല. ഞാൻ പോയിരുന്നു, എനിക്ക് ഇച്ചിരി സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സംസാരിച്ച ഉടനെ തന്നെ അവർ എൻ്റെ അടുത്ത് പ്രൊമോഷൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും പിന്നെ അധികം സംസാരിക്കാൻ പറ്റിയില്ല. കാരണം എന്നെ ഭയങ്കര ഹേർട്ടായി. ഞാൻ ചെയ്തൊരു ആദ്യത്തെ വോട്ട്. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രധാനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അയാൾക്ക് രാജിവെച്ച് പോകേണ്ടി വരുന്നു. അപ്പം നിങ്ങൾ തുടങ്ങിയ ഈ പോരാട്ടത്തിൽ കൂടുതൽ ആളുകൾ, ഇത്തരം ദുരനുഭവം ഉണ്ടായ ആളുകൾ അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കൊരു ഊർജ്ജം നൽകും ഈ നീക്കം കരുതുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഒന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ എല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുമിച്ചാണ്. സ്ത്രീകൾ തന്നെയാണ് എല്ലാത്തിനും ഇറങ്ങി തിരിച്ചത്. ഇവിടെ ആരും ഒന്നിനും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വെച്ച് തന്നല്ല. എല്ലാത്തിനും ബിഹൈൻഡിലും നമ്മളൊക്കെ നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ആ ഒരു ടുഗദർനെസ് എപ്പോഴും നമുക്ക് മുന്നോട്ട് വേണം. അതുപോലെ ആര് മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെൽക്കമിങ്ങുമാണ്, അത് വലിയൊരു കോൺട്രിബ്യൂഷനുമാണ്. അവനവനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ ഇൻഡിവിജ്വൽ ചോയ്സാണ്, ഒരാൾ വന്ന് പറയണോ വേണ്ടയോ നിൽക്കണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് അവരുടെ ലിബർട്ടി ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിൻ്റെ മൂല കാരണം. കാരണം 2 വർഷങ്ങൾക്ക് മുൻപ് ഇതേ വെളിപ്പെടുത്തൽ നിങ്ങൾ നടത്തിയപ്പോൾ ഇതേ വിസിബിലിറ്റി അന്ന് കിട്ടിയിരുന്നില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനുശേഷം ആദ്യം ഈ പറയുന്ന വ്യക്തി അമ്മ ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു. ഇതിൻ്റെ ഒരു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണെന്ന് കരുതുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്, അതിന് വലിയൊരു പങ്കുണ്ട്. അതുപോലെ ഓരോ ഇൻഡിവിജ്വൽ പങ്കുകളും ഉണ്ട്. നമുക്ക് ഹേമ കമ്മിറ്റിക്ക് വലിയൊരു പങ്കുള്ളതിൻ്റെ കൂടെ തന്നെ ഒത്തിരി പേരുടെ സ്ട്രഗിൾസും ഒത്തിരി പേരുടെ ഫൈറ്റ്സും ഒത്തിരി പേരുടെ വെളിപ്പെടുത്തലുകളും എല്ലാവരും അവരുടെ കരിയർ ഇത് ചെയ്തതും എല്ലാത്തിനും പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സബ് ഇൻസ്പെക്ടർ, അതായത് കൂന്തൽ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഉൾപ്പെടെ എതിരെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. വളരെ മോശം പെരുമാറ്റം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതെ, പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു സർവൈവറിന് മാക്സിമം 2 മുതൽ 3 അബ്യൂസസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ഇവിടെ ലെറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത്. അയ്യോ, ഇത്രയും ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള അബ്യൂസിനെ കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അവരെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അത് ഇത്രയും ആളുകൾ നിന്നെ എങ്ങനെ കയറി പിടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ പിടുത്തം ഇതിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആളുകൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, ഈ ഒരൊറ്റ വിഷയമാണ് ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേ ഇവിടുത്തെ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ആണ്, അബ്യൂസിനെ കുറിച്ചിട്ട് വിവരമില്ലായ്മയാണ്. അപ്പം സ്റ്റേഷനിൽ പോയപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ആക്രമണം ഞാൻ നേരിട്ടിട്ടുണ്ട്. കാരണം കുറേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, കുറേ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇൻഡസ്ട്രി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് സോഷ്യൽ മീഡിയ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇട്ടിട്ട് പോയാൽ പോരെ, നിങ്ങൾ എന്തിനു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തൊരു കൈൻഡ് ഓഫ് റേപ്പിൽ പോയേണ്ടി വന്ന ഇടങ്ങളാണ്. അപ്പോൾ അതിൽ കുറേ മുഖങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ എടുത്തില്ല. രണ്ടാമത് കുറച്ച് മീഡിയാസ് വന്നായിരുന്നു. എന്താണ് പ്രതികരണം? ഇതൊക്കെ തന്നെയാണ്. അയാൾ രാജിവെക്കേണ്ട ആളാണ്, അയാൾ ഡിസേർവിംഗ് ആണ്, ടോട്ടലി ഡിസേർവിംഗ് ആണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതൊക്കെ ഇതിന് മുന്നേ ചവിട്ടിയെടുത്തെറിയേണ്ട കേസാണ്. അപ്പോൾ ഇത് തന്നെ അയാൾ മറ്റേ 2 ലൈൻ എഴുതി ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്തൊരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണ്. ഹീസ് കണ്ണിങ്, ഈസ് എ കണ്ണിങ് പേഴ്സൺ, ഈസ് എ ക്രിമിനൽ. ഹി നോസ് എങ്ങനെ നിൽക്കണം ആളുകളുടെ ഇടയിൽ, എങ്ങനെ സിമ്പതി പിടിച്ചു പറ്റണം, എമ്പതി എങ്ങനെ പിടിച്ചു പറ്റണം, എവിടെ എങ്ങനെ അടിക്കണം എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്. രാജി കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നുണ്ടോ? രവതി പരാതി പോലീസിൽ ഇനിയിപ്പോൾ പുതുതായിട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല, പരാതിയായിട്ട് ഞാൻ രാജി കൊണ്ട് മാത്രം പ്രശ്നമൊന്നും ഒരിക്കലും സത്യം പറഞ്ഞാൽ ഇവിടെ തുടങ്ങുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻലി ഉള്ള കാര്യം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിക് സ്പേസിൽ നിന്ന് ഈ വ്യക്തിയെ തള്ളിക്കളയുക എന്നുള്ളതുണ്ട്. ആർട്ടിസ്റ്റിക് സ്പേസിൽ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള വിസിബിലിറ്റിയും കൊടുക്കാൻ പാടില്ല. ഇപ്പം നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, നമ്മളെപ്പോലുള്ള 100,000 ആൾക്കാരുടെ സ്വപ്നത്തിന് ചവിട്ടി നിന്നിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ് ഈ വിഷയങ്ങളൊക്കെ. പലരെയും ഓപ്പർച്യൂണിറ്റീസിനെ പവർ കൊണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് കയറിയ ഒരു മനുഷ്യനാണ്. അത് സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷേ ഇതൊരു ലീഗൽ ഇഷ്യൂ അല്ലേ? അപ്പോൾ ഒരു ക്രൈമാണ്. ഇന്നലെ പരാതിപ്പെട്ട് പറഞ്ഞത് റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം നടപടി നേരിടേണ്ട ആളല്ലേ?
എനിക്കിപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അത് ഇപ്പോൾ ഗവൺമെൻറ്റിന് തരുന്ന അഷുറൻസും സെക്യൂരിറ്റിയൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കണോ കാരണം ഈ പോയിന്റ് ഓഫ് ലൈഫിൽ എനിക്ക് തിങ്ക് ചെയ്യാൻ 100,000 കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പെട്ടെന്ന് ചാടിക്കയറി ഒരു ലീഗൽ അതിൽ ഇഷ്ടംപോലെ വിഷയങ്ങളില്ലേ ചേട്ടാ, നമുക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം വേണം, മാനസികമായ ഒരു സ്ട്രെങ്ത് വേണം. എനിക്ക് കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഓടി നടക്കുകയാണ് ഓരോ സ്ഥലത്ത് നിന്ന്. അപ്പം എനിക്ക് അതിൻ്റെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ, പക്ഷേ എനിക്ക് ഒരു ഹോപ്പ് കൃത്യമായ രീതിയിൽ ബൈ ആക്ഷൻ എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങും. ഇപ്പോൾ പറയാൻ പറ്റില്ല. അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. നിങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും തുടർന്ന് നേരിടുന്നത്? ഞാൻ അങ്ങനെ പ്രശ്നത്തിന് നേരിടാൻ വേണ്ടി ഒന്നും തയ്യാറായിട്ടില്ല. ഇല്ല, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നിയമപരമായി ഞാൻ ഇല്ല നിയമപരമായിട്ട് ഞാനിപ്പം എനിക്കത് അറിയില്ല. എനിക്ക് വേണം, എനിക്ക് ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. ആ സെക്യൂരിറ്റി ഇതിന് മുന്നേ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് നിയമപരമായി ഇറങ്ങിയതിൻ്റെ കുറേ കുരുക്കുമാലകൾ. എനിക്കത് ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. അല്ല, ഇന്നലെ നിങ്ങൾ പറഞ്ഞത് അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉറപ്പുകൊണ്ടാണ്. മറ്റാരുടെയെങ്കിലും സഹായം നിങ്ങൾ തേടിയിരുന്നു? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെയോ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഈ വനിതാ കമ്മീഷൻ്റെയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട് ചെന്നിരുന്നു? ഈ സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിടത്തും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ ചില വ്യക്തികളുമായിട്ട്, അതായത് കുറച്ച് പേരുകൾ ഞാൻ പുറത്ത് വിട്ടപ്പോൾ ചില വ്യക്തികളുമായിട്ട് ഓൾറെഡി എനിക്ക് ഇങ്ങോട്ട് കുറച്ച് ഡിഫമേഷൻ കേസിലൊക്കെ വന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയും അല്ലാതെയൊക്കെ തന്നെ ഞാനങ്ങോട്ട് കേസ് കൊടുത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്കങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത് ഓരോ സ്റ്റെപ്പിൽ നിന്നോ എനിക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങരുത് എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് എനിക്ക് എനിക്ക് ഫോളോ അപ്പ് പോലും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പോലും നോബഡി ഈസ് ഹെൽപ്പിംഗ് മീ. അല്ല, ഈ ഹെൽപ്പ് അല്ലാണ്ട് നിങ്ങളെ സമ്മർദ്ദം ചെലുത്തി ഈ പരാതിയിൽ നിന്ന് പിന്നോട്ട് വലിക്കാനുള്ള ഏതെങ്കിലും ഇല്ല. അങ്ങനെ ആ സമയത്ത് കുറച്ച് ഭീഷണി കോളുകൾ ഞാൻ റിവീൽ ചെയ്ത സമയത്ത് പോസ്റ്റ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഈ കേസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്താൻ? അതൊക്കെ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഇപ്പോഴും ഇന്നലെ അല്ല, ആ സമയങ്ങളിൽ നിരന്തരം ഉണ്ടായിരുന്നു. പ്രതികരണമാണ് പ്രശ്നമായിരുന്നത് ഒരു സമയം. രേവതി ഇത് ലീഗലി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ആർക്കെതിരാണോ പരാതി ഉന്നയിച്ചത് അവര് ഡിഫമേഷൻ മുന്നോട്ട് പോകില്ല? അവർ പോട്ടെ ഡിഫമേഷന്, ആരെങ്കിലും ഒരാൾ പോട്ടെ, ഞാൻ തന്നെ പോകണമെന്നില്ലല്ലോ. ഓപ്പോസിറ്റ് പാർട്ടി പോട്ടെ ഡിഫമേഷന്. ഈ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം രാജിവെക്കാൻ വൈകി ചവിട്ടി പുറത്താക്കപ്പെടുന്ന ആളാണ്, ക്രിമിനലാണെന്ന് അടക്കം പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ രാജിയോടുകൂടി ഇത് അവസാനിക്കും എന്ന് നിയമപരമായി നീങ്ങിയില്ലെങ്കിൽ, കാരണം പരാതി കിട്ടിയാൽ മാത്രമേ നിയമ നടപടിക്ക് കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് അവസാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അവസാനിക്കേണ്ടതാണോ? ഇല്ല എന്ന് കരുതുമ്പോഴും നമുക്ക് കുറേ ഫാക്ടേഴ്സ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും പറയും, പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് കാര്യങ്ങളും മറ്റു വിഷയങ്ങളും എനിക്ക് റൺ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ മറ്റ് ഫാക്ടേഴ്സൊക്കെ നോക്കേണ്ടിയുണ്ട്. അപ്പോൾ അവിടെ ഈ ലീഗൽ വിഷയങ്ങളും മറ്റുള്ള ഇതിലുമൊക്കെ ഞാൻ ഇറങ്ങാൻ തയ്യാറാണോ എന്നുള്ളത് എനിക്ക് തന്നെ ആലോചിക്കേണ്ട കേസും ഫാമിലിയായിട്ട് ഇരുന്ന് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇയാളെ പോലുള്ള ആളുകളൊക്കെ ശിക്ഷ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരാൾ മാത്രമല്ല, അതിനൊരു മൾട്ടിപ്പിൾ അപ്രോച്ച് വേണം എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ബഹുജനമായ അപ്രോച്ച് അതിന് വേണം. അതിൽ ഒരാൾ മാത്രമല്ല, അതിൽ കുറേ ഫാക്ടേഴ്സ് ഉള്ളത്. ആ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴേ ഈ പ്രോസസ്സ് കൃത്യമായി ഇംപ്ലിമെൻ്റ് ആവുള്ളൂ. അല്ല ഒരാൾ മാത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നു. ഹേമ കമ്മീഷന് മുമ്പ് ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട്. രേവതി ഹേമ കമ്മീഷന് മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ട്? ഇല്ല. അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഇല്ല, ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അല്ല, അതിൽ നല്ല വിശ്വാസമുണ്ട്. അല്ല, ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് മറ്റേ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ച് ഈ പലവട്ടം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അനുകൂലമായിട്ടോ എന്തെങ്കിലും? വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അത് എന്താണ്, നമുക്കിപ്പം വിളിക്കാൻ വേണ്ടി വിളിച്ച കുറേ കോളുകളാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്ന കുറച്ച് കോളുകളാണ്. അതിനകത്ത് അങ്ങനെ വലിയ സത്യസന്ധതയുണ്ടോ ഒന്നും തോന്നുന്നില്ല എനിക്ക്. അതൊക്കെ ആ ഒരു കോളോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ചിലർ നമ്മളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി വിളിക്കും, ഞാനുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടി വിളിക്കുന്ന കോളുകളാണ്. അതങ്ങനെ അലാഘവത്തോടെ എടുത്തങ്ങ് കളയും. ആരും അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നുള്ളത് വളരെ മിക്കവരും വിചാരിച്ചിരുന്നത് എനിക്കെന്തോ ഭയങ്കര, ഞാൻ കണ്ടതാണ്, അസൂയ മൂത്ത് ഞാൻ എനിക്ക് എന്ത് അസൂയയാണ് ഇദ്ദേഹത്തിനോട്. ഒരു അസൂയല്ല. എന്നെ ഉപദ്രവിക്കാൻ വന്നു, ആ വിഷയം ഞാൻ മരണം വരെ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്തിനു ഭയപ്പെടണം? ഈ പോയിന്റിൽ ഞാൻ ഐ ഹാവ് നത്തിങ് ടു ലൂസ്. അത് ഭയത്തിൻ്റെ കാര്യമൊന്നും അല്ല, അത് പേഴ്സണലാണ്. അത് ഭയമല്ല. അതിൽ അങ്ങനെ ഇപ്പം നമ്മൾ കേസ് കൊടുത്തില്ല എന്നാൽ പിന്നെ ഓപ്പോസിറ്റ് ആൾക്ക് കേസ് കൊടുക്കാമല്ലോ. താങ്കൾ അവരോട് ചോദിക്കും, സിദ്ദിഖിനോട് ചോദിക്കും എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു, അവർക്ക് കേസ് കൊടുക്കാമല്ലോ. എന്തിനാണ് ഇപ്പോൾ സർവൈവേഴ്സ് മാത്രം കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്?
ഇല്ല, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ രേവതിക്ക് അപ്പുറത്തേക്ക് ഇന്നലെ കുറച്ച് സുഹൃത്തുക്കളെ കുറിച്ച് കൂടി പറഞ്ഞിരുന്നു. സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ദുരനുഭവം നേരിട്ട് പറഞ്ഞു. അവരാരെങ്കിലും ഇത്തരത്തിൽ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നതായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഇല്ല, അവർക്ക് പലർക്കും പേഴ്സണലി കുറേ പ്രശ്നങ്ങളുണ്ട്, ഫാമിലി സപ്പോർട്ടില്ല, പലരും മാരീഡ്, കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ഫാക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വ്യക്തിപരമായിട്ട് സുഹൃത്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യുന്നതാണ്. അല്ലാതെ അവരൊന്നും നിയമപരം ഇസ് നോട്ട് ഈസി. ലൈക്ക് വാട്ട് യു സെഡ്, ഇറ്റ്സ് നോട്ട് ഈസി പ്രോസസ്സ്. അത് ഇറങ്ങിയ ആൾ തന്നെയാണ്. പേടിയല്ല അതിൻ്റെ ഫാക്ടർ. അത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പേടിയൊന്നുമല്ല. പേടി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഈ ഹൈ റിസ്കിൽ എൻ്റെ കരിയറും പോയി ഞാൻ എന്തിനു സംസാരിക്കണം? അപ്പോൾ നാണം കെടുത്താം എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ നിയമപരമായി മുമ്പോട്ട് നീങ്ങിയില്ലെങ്കിൽ സിദ്ദിഖിനെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അമ്മ ഭാരവാഹിത്വത്തിന് രാജിവെച്ചു എന്നതിനപ്പുറത്തേക്ക് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, എങ്ങനെ മനസ്സിലാക്കുക? എനിക്ക് ഇതാണ് എൻ്റെ റിയാലിറ്റി. എനിക്ക് ഇതിനപ്പുറത്തേക്ക് അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം അങ്ങനെ അന്നത്തേത് എന്താണോ അതുപോലെ ചെയ്യും ചേട്ടാ. എനിക്ക് അത്രേ അറിയുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്കിതാണ് എൻ്റെ റിയാലിറ്റി. ഭാവിയിൽ എനിക്കൊരു സെക്യൂരിറ്റി തോന്നട്ടെ, എൻ്റെ ഡ്രീം പോലും എനിക്ക് പണയം വെക്കാതെ എനിക്കൊരു കേസിന് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു സിസ്റ്റം എന്നെ അങ്ങനത്തെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവകാശമുണ്ട്. സർവൈവേഴ്സിന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് സംസാരിച്ചിരുന്നോ? നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു അഷുറൻസ് തരൂ. നമ്മളെ ഇറക്കുമ്പോൾ മിനിമം ഒരു വനിതാ കമ്മീഷനിലെങ്കിലും പോകുമ്പോൾ ഒരു സർവൈവന് ഇതാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റണം. അവിടെ കയറി പോകുമ്പോഴത്തേനും യാതൊരു തരത്തിലുള്ള പ്രൈവസി പോലും ഇല്ല. പലപ്പോഴും വനിതാ കമ്മീഷനിലൊക്കെ കയറിപ്പോയി ഒരു തരത്തിലുള്ള പ്രൈവസി പോലും ഇല്ലാതെ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ, നമ്മളെ വഴക്ക് പറയുന്ന പോലെ ടോണിലൊക്കെയാണ് അവിടെയുള്ള സ്ത്രീകളെ സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കൊരു സെക്യൂരിറ്റിയും തരാതെ ഈ പറയുന്ന ആരെങ്കിലും കൂടെ കാണുമോ? ഞാനൊരു കേസിന് ഇറങ്ങിയാൽ ആരും കൂടെ കാണില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം എനിക്ക് ആ സ്ട്രെങ്ത് ഉണ്ടോ, എനിക്ക് ആ മെൻ്റൽ ഇതുണ്ടോ, എനിക്ക് ആ ഒരു എൻവറോൺമെൻറ്റ് ഉണ്ടോ എന്നുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കും. ഞാൻ ഫസ്റ്റ് പിന്തുണ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയണം. അതിനുശേഷം ബാക്കി തീരുമാനം എൻ്റെതും എൻ്റെ ഫാമിലിയുടെ വളരെ പേഴ്സണലായി. ആദ്യ വെളിപ്പെടുത്തേണ്ട സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. കാരണം നിയമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മറ്റ് മന്ത്രിമാരും ഭരണ സംവിധാനങ്ങളും ഈ ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടവർക്കൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതല്ല. ഈ ഉറപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആക്ഷനായിട്ട് വന്നാൽ മാത്രമേ നമുക്കത് ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് പല ഉറപ്പിൻ്റെ ബേസിസിലും പല രീതിയിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഉറപ്പൊക്കെ വാക്കിലല്ലാണ്ട് വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ഇത് നമുക്ക് കുറച്ചുകൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാണുമ്പോഴും ഇച്ചിരി സമയമുണ്ട് അതിന്. നമ്മൾ പെട്ടെന്ന് നടക്കുന്ന ഒരു വിഷയമല്ലല്ലോ, നമുക്കൊരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആ വിശ്വാസമൊക്കെ നമുക്ക് തരിക, ആക്ഷൻസിൽ തരട്ടെ. അപ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ട് പേഴ്സണലി നോക്കാം.